ഹായ്, ഏവർക്കും നമസ്കാരം. ഓൾ ഇൻ വൺ ടച്ചിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുൻവർഷ ചോദ്യങ്ങളാണ് കേട്ടോ. നമുക്ക് 1 മാർക്ക് എന്തായാലും ഉറപ്പിക്കാൻ പറ്റുന്ന വളരെ കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് ക്ലിയർ ആയിട്ട് വായിച്ച് മനസ്സിലാക്കി എഴുതി വെക്കുക. ഓക്കെ, ഇതിൻ്റെ കണ്ടിന്യൂവേഷനൊക്കെ വരുമ്പോൾ നമ്മുടെ PYQ ഒക്കെ വരുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്റ്റുകളും കൂടെ ഒരു നോട്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, ഒരു റിവിഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വഴിക്ക് തിരിഞ്ഞു നോക്കണ്ട അല്ലേ. അപ്പോൾ അതുപോലെ എല്ലാവരും ചെയ്യാം. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വപ്നം കാണണം, എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സ്വപ്നം സാക്ഷാത്കരിക്കുള്ളൂ എന്നുള്ള വാക്കുകളോടുകൂടി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏതാണ്? കുന്തിപ്പുഴ അല്ലേ. നമുക്കറിയാം സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏതാണ്? കുന്തിപ്പുഴ. ഭാരതപ്പുഴയുടെ പോഷക നദിയായ തൂതപ്പുഴയിലേക്കാണ് കുന്തിപ്പുഴ ഒഴുകുന്നത്. അപ്പോൾ ഭാരതപ്പുഴയുടെ പോഷക നദിയായ തൂതപ്പുഴയിലേക്കാണ് കുന്തിപ്പുഴ ഒഴുകിയെത്തുന്നത്. ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള കേരളത്തിലെ ഏക ദേശീയോദ്യാനമാണ്. ഇടുക്കി ജില്ലയ്ക്ക് പുറത്ത് അല്ലേ, ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള കേരളത്തിലെ ഏക ദേശീയോദ്യാനമാണ് ഇത്? സൈലന്റ് വാലി അല്ലേ, സൈലന്റ് വാലി. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ദേശീയ ഉദ്യാനങ്ങളെ ആലോചിക്കാൻ പറ്റുക? എങ്ങനെയാണ് നമുക്ക് ദേശീയ ഉദ്യാനങ്ങൾ, നമുക്കൊരു കോഡിൽ കൂടെ എങ്ങനെയാണ് ദേശീയ ഉദ്യാനങ്ങളെ പറ്റി പഠിക്കാൻ പറ്റുക എന്ന് ചോദിച്ചു വെച്ചാൽ, അതായത് നമുക്ക് സൈലൻ്റായ ആനയ്ക്ക് ഇരയായി സൈലൻ്റായ പാമ്പ് മതി. ഇതല്ലേ നമ്മുടെ നാഷണൽ പാർക്കുകൾ? ആനമുടിച്ചോല, ഇരവികുളം, സൈലന്റ് വാലി, പാമ്പാടും ചോല, മതികെട്ടാൻ ചോല. ഇതാണ് നമ്മുടെ 5 നാഷണൽ പാർക്കുകൾ. അപ്പം എങ്ങനെ നമുക്ക് കോഡിൽ കൂടെ പറയാം? ആനയ്ക്ക് ഇരയായി സൈലൻ്റായ പാമ്പ് മതി. ആനയ്ക്ക് ഇരയായിട്ട് എന്ത് മതി? സൈലൻ്റായ പാമ്പ് മതി. ആനമുടിച്ചോല, ഇരവികുളം, സൈലന്റ് വാലി, പാമ്പാടും ചോല, മതികെട്ടാൻ ചോല. അപ്പം ഇത് ഇടുക്കിക്ക് പുറത്തുള്ള ഏക നാഷണൽ പാർക്കാണ് ഇത്, നമ്മുടെ സൈലന്റ് വാലി. കുന്തിപ്പുഴയുടെയും സൈലന്റ് വാലിയുടെയും നാശത്തിന് കാരണമാകുമെന്ന് ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിയാണ് പാത്രക്കടവ് പദ്ധതി. സൈലന്റ് വാലിയുടെ പ്രവേശന കവാടം എവിടെയാണ്? കവാടമായ മുക്കാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് ഭവാനി കേട്ടോ. അട്ടപ്പാടിയിൽ ഒഴുകുന്ന ഒരു നദിയാണ് ശിരുവാണി. നമ്മുടെ കോയമ്പത്തൂർക്കൊക്കെ വെള്ളം എത്തിക്കുന്നത് ഏത് ജലമാണ് കുടിവെള്ളത്തിനായി എത്തിക്കുന്നത്? ശിരുവാണിയാണ് കേട്ടോ. ശിരുവാണി പുഴ ഭവാനിയുടെ പോഷക നദിയാണ്. ഓക്കെ, ശിരുവാണിപ്പുഴ ഏതിൻ്റെ പോഷക നദിയാണ്? ഭവാനിയുടെ പോഷക നദിയാണ്. ഭവാനിയുടെ മറ്റൊരു പേരാണ് വരഗാറാണ് ഭവാനിയുടെ മറ്റൊരു പേര്. കോയമ്പത്തൂരിലേക്ക് ശുദ്ധജല വിതരണത്തിനായിട്ട് ശിരുവാണി അണക്കെട്ടിലത്തെ ജലമാണ് ഉപയോഗിക്കുന്നത്. ഭവാനി, പാമ്പാർ, കബനി നമുക്കറിയാമല്ലേ. 44 നദികളിൽ 3 എണ്ണം ഏത് ഭാഗത്തുകൂടെ ഒഴുകുന്നു? കിഴക്കോട്ടേക്ക് ഒഴുകണു. ആ 3 എണ്ണമാണ് ഭവാനി, പാമ്പാർ, കബനി എന്ന് മനസ്സിലാക്കി വയ്ക്കുക. മൊത്തം നദികൾ 44, അതിൽ 41 എണ്ണം പടിഞ്ഞാറോട്ടും 3 എണ്ണം കിഴക്കോട്ട് ഒഴുകുന്നു. ആ കിഴക്കോട്ട് ഒഴുകുന്നതാണ് ഭവാനി, കബനി, പാമ്പാർ. ഭവാനി പാലക്കാട് ജില്ലയിലും പാമ്പാർ ഇടുക്കി ജില്ലയിലും കബനി വയനാട് ജില്ലയിലുമാണ് കേരളത്തിൽ കൂടെ ഒഴുകുന്നത്. ഓക്കെ, അപ്പോൾ ഭവാനി പാലക്കാട് ജില്ലയിൽ, പാമ്പാർ ഇടുക്കി, കബനി വയനാട്. ഇത്രയും ഫാക്ട്സ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കണം. അടുത്താണ് പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കേഴ്സന്റെ പുസ്തകം. അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായിട്ടുള്ള ഇവരുടെ പുസ്തകമാണ് സൈലന്റ് സ്പ്രിംഗിലെ നിശബ്ദ വസന്തം. അപ്പോൾ പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കേഴ്സന്റെ പുസ്തകമാണ് ഇത്, നിശബ്ദ വസന്തം. റേച്ചൽ കേഴ്സൻ എപ്പോഴാണ് ഇത് പ്രസിദ്ധീകരിച്ചത്? 62-ലാണ് സൈലന്റ് സ്പ്രിംഗ് അഥവാ നിശബ്ദ വസന്തം പ്രസിദ്ധീകരിച്ചത്. കീടനാശിനികളുടെ അനിയന്ത്രിത ഉപയോഗം എന്താണ്, പലവിധ ദോഷങ്ങളും ഉണ്ടാക്കും എന്ന് വിവരിക്കുന്ന പുസ്തകമാണിത്. ഇതിൽ 1 സ്ട്രോ റെവല്യൂഷൻ അഥവാ ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മസനോബു ഫുക്കാവോക്കയാണ്. അപ്പോൾ ഫുക്കാവോക്കയാണ് വൈക്കോൽ വിപ്ലവം അല്ലെങ്കിൽ 1 സ്ട്രോ റെവല്യൂഷൻ ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മസനോബു ഫുക്കുവോക്ക കേട്ടോ. അപ്പോൾ ഫുക്കുവോക്കയാണെന്ന് പഠിച്ചു വെക്കുക. ഒറ്റ വൈക്കോൽ വിപ്ലവം ചോദിക്കാം, ഒറ്റ വൈക്കോൽ വിപ്ലവം. ഓക്കെ.
ജൈവ കൃഷി രീതിയുടെ ആധുനിക കാലത്തെ നിരീക്ഷണങ്ങളാണ് 1975 പ്രസിദ്ധീകരിച്ച ഈ കൃതിയിലൂടെ ഫുക്കുവോക്ക നടത്തുന്നത്. അപ്പോൾ എന്തിനെക്കുറിച്ച് പറയുന്നു ചോദിച്ചാൽ ജൈവ കൃഷി രീതിയുടെ ആധുനിക കാലത്തെ നിരീക്ഷണങ്ങളെക്കുറിച്ചാണ് 1975 പ്രസിദ്ധീകരിച്ച ഈ കൃതിയിൽ ഫുക്കുവോക്ക പറയുന്നത്. ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ സലീം അലിയാണ് കേട്ടോ. ഈ നിശബ്ദ വസന്തത്തിൽ നമുക്ക് ചോദിക്കാം അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായ റേച്ചൽ കേഴ്സന്റെ പുസ്തകം എന്നും ചോദിക്കാം കേട്ടോ. അപ്പോൾ എന്താണ് നിരോധിച്ചത് ചോദിച്ചാൽ DDT ആണെന്ന് ആലോചിച്ച് വെക്കണം. ബേർഡ് മാൻ ഓഫ് ഇന്ത്യ ആരാണ്? സലീം അലിയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ദ ഫാൾ ഓഫ് എ സ്പാരോ, അഥവാ ഒരു കുരുവിയുടെ പതനം അല്ലെങ്കിൽ ദ ഫാൾ ഓഫ് എ സ്പാരോ. 1985 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്സാണ് ദ ഫാൾ ഓഫ് സ്പാരോ പ്രസിദ്ധീകരിച്ചത്. ഓക്കെ, ആ പ്രസ്സാണ്, അതായത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്സാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. നാഥാനിയൽ റിച്ച് രചിച്ച പുസ്തകമാണ് ലൂസിങ് എർത്ത് കേട്ടോ. അപ്പോൾ ആരാണ്? നാഥാനിയൽ റിച്ചായ ഒരാളാണ് ഈ ലൂസിങ് എർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം രചിച്ചിരിക്കുന്നത്. അടുത്താണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ് തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡാണ്. അപ്പോൾ സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതാണ് കേട്ടോ. സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് ഇതിൻ്റെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൻ്റെ ചുരുക്കപ്പേര്. 1970 മുതൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിന് കീഴിൽ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം പ്രവർത്തിച്ചു വരുന്നു. അപ്പോൾ 70 മുതൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിന് കീഴിലാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണം പ്രവർത്തിച്ചു വരുന്നത്. നാളികേരം, അടയ്ക്ക, കൊക്കോ എന്നീ വിളകളുടെ ഗവേഷണമാണ് പ്രധാനമായും കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കി വയ്ക്കുക. അടുത്താണ് മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണം. ആവരണം ഏതാണ്? മെനിഞ്ചസ് ആണ് അല്ലേ? മെനിഞ്ചസ് മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന 3 പാളിയുള്ള സ്ഥലമാണ് എന്ത്? മെനിഞ്ചസ് എന്ന് പറയുന്നത്. മെനിഞ്ചസിന് അണുബാധ ഏൽക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് മെനിഞ്ചൈറ്റിസ്. ഓക്കെ, മെനിഞ്ചസിന് എന്തെങ്കിലും അണുബാധ ഏറ്റു കഴിഞ്ഞു വെച്ചാൽ ഉണ്ടാകുന്ന രോഗമാണ് മെനിഞ്ചൈറ്റിസ്. ഇനി സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് CSF പരിശോധനയിലൂടെയാണ് മെനിഞ്ചസ് രോഗനിർണയം നടത്തുന്നത്. അപ്പം നമുക്ക് മെനിഞ്ചസ് രോഗം ഉണ്ടോ, മെനിഞ്ചൈറ്റിസ് ബാധിച്ചിട്ടുണ്ടോ മെനിഞ്ചസിനെ എന്നൊക്കെ അറിയപ്പെടുന്ന ടെസ്റ്റ് ഏതാണ്? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ടെസ്റ്റിൽ കൂടെയാണ് അറിയുന്നത്. മസ്തിഷ്കത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ദ്രാവകമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. ഓക്കെ, ഇത്രയും പോയിന്റ്സ് അതിനെക്കുറിച്ച് മനസ്സിലാക്കി വെക്കുക. പൊതിഞ്ഞു സൂക്ഷിക്കുന്ന 3 സ്ഥലമുള്ള പാളിയാണ് മെനിഞ്ചസ്. അതിനുണ്ടാവുന്ന അണുബാധയാണ് മെനിഞ്ചൈറ്റിസ്. CFC ആണ് ഇതിൻ്റെ രോഗനിർണയം നടത്തുന്നത്. ഇനി മസ്തിഷ്കത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ദ്രവമാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. ഒരു ബാക്ടീരിയ രോഗമല്ലാത്തത് എലിപ്പനി, ഡിഫ്തീരിയ, ക്ഷയം, ഹെപ്പറ്റൈറ്റിസ്. അപ്പോൾ ഒരു ബാക്ടീരിയ രോഗമല്ലാത്തത് ഇതിലേതാണ്? ഹെപ്പറ്റൈറ്റിസ് അല്ലേ? ഹെപ്പറ്റൈറ്റിസ് A, B എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എങ്ങനെയാണ്? ഒരു വൈറസ് രോഗമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, കരളിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. കരൾ വീക്കം എന്നും അറിയപ്പെടുന്നു. കരളിനെയാണ് ബാധിക്കുന്നത്, കരൾ വീക്കം എന്നും അറിയപ്പെടുന്നു. ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയയാണ് എലിപ്പനിക്ക് കാരണം. ലെപ്റ്റോസ്പൈറോസിസ് എന്നും എലിപ്പനിക്ക് ഒരു പേരുണ്ട് അല്ലേ? ലെപ്റ്റോസ്പൈറയാണ് എലിപ്പനിക്ക് കാരണം. ലെപ്റ്റോസ്പൈറോസിസ്, വീൽസ് ഡിസീസ് എന്നീ പേരുകളിൽ എലിപ്പനി അറിയപ്പെടുന്നു. കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയെ ആണ് ഡിഫ്തീരിയെ പരത്തുന്നത് അല്ലേ? തൊണ്ടമുള്ള എന്നറിയപ്പെടുന്നത്. നമുക്ക് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന മാതിരി വന്നതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിഫ്തീരിയെ മാറ്റാൻ പറ്റില്ല. കാരണം വന്നു കഴിഞ്ഞു വെച്ചാൽ അത് നമ്മളെ വല്ലാതെ പിടികൂടും. തൊണ്ടയിലൊക്കെ ഒരു മുള്ളു പോലെ ആയിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ ഇറക്കുന്നതിൽ നല്ല ബുദ്ധിമുട്ടുണ്ടായി നമ്മൾ മരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന്
എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിഫ്തീരിയയ്ക്ക് എന്താണ് ചെയ്യുക? ഓൾറെഡി വാക്സിൻ എടുക്കുകയാണ് ചെയ്യുക. വന്നതിന് ശേഷം എന്താണ് നമ്മളെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു രോഗമാണ്. മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ്, TB അല്ലേ, മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമാണ് ക്ഷയം. അപ്പോൾ ഇതിൽ എലിപ്പനി, ഡിഫ്തീരിയ, ക്ഷയം എന്താണ് ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന അസുഖവും ഹെപ്പറ്റൈറ്റിസ് വൈറസ് ആണ് കേട്ടോ. ഒരു തരം വൈറസാണ് ഹെപ്പറ്റൈറ്റിസ്. എല്ലാ തരം ഹെപ്പറ്റൈറ്റിസും അല്ല, പക്ഷേ ഹെപ്പറ്റൈറ്റിസിന് തരുമ്പോൾ നമ്മൾ എന്താണ് അത് വൈറസ് ആണെന്ന് മനസ്സിലാക്കണം. അയഡിൻ്റെ അഭാവത്താൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടുന്ന തൈറോക്സ് ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമം എന്ന നിലയിൽ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്നതിനെയാണ് നമ്മൾ ഗോയിറ്റർ അല്ലെങ്കിൽ തൊണ്ടമുഴ എന്ന് പറയുക അല്ലേ. അപ്പോൾ അയഡിൻ്റെ അഭാവത്താൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടയപ്പെടുന്നു. തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയിൽ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്ന അവസ്ഥയാണ് ഇത് ഗോയിറ്റർ എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് ഇത് തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. കഴുത്തിൽ സ്വനപേടകത്തിന് തൊട്ടു താഴെയായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് ഇത് തൈറോയ്ഡ്. എവിടെയാണ്? സ്വനപേടകത്തിന് തൊട്ടു താഴെയായിട്ട്. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? തൈറോക്സിൻ. ഓക്കെ, തൈറോക്സിൻ്റെ നിർമ്മാണത്തിന് എന്ത് വേണം? അയഡിൻ ആവശ്യമാണ്. അതാണ് നമ്മൾ അയഡിൻ ചേർത്ത ഉപ്പ് കഴിക്കാൻ പറയുന്നത്. അയഡിൻ്റെ കുറവ് മൂലം തൈറോയ്ഡ് ഗ്രന്ഥി വീങ്ങുന്ന അവസ്ഥയാണ് എന്ത്? ഗോയിറ്റർ. അയഡിൻ നമുക്ക് ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് ഇതെന്ത് ചെയ്യും? അയഡിൻ ഉൽപ്പാദിപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വലുതാവും അല്ലേ, അതാണ് ഗോയിറ്റർ എന്ന് അറിയപ്പെടുന്നത്. തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞാൽ ഹൈപ്പോ തൈറോയിഡിസം, കുറഞ്ഞ ഹൈപ്പോ, കൂടി വെച്ച ഹൈപ്പർ തൈറോയിഡിസവും ഉണ്ടാവുന്നു. ഓക്കെ, തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ കുറവ് മൂലം ശാരീരികവും മാനസികവുമായ വളർച്ച മുരടിക്കുന്ന രോഗാവസ്ഥയായി കാണപ്പെടുന്നു. കുട്ടികളിൽ ഇത് ക്രെട്ടിനിസം എന്നും മുതിർന്നവരിൽ മിക്സഡിമ എന്നും അറിയപ്പെടുന്നു. തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ കുറവ് മൂലം ശാരീരികവും മാനസികവുമായ വളർച്ച മുരടിക്കുന്നു. കുട്ടികളിൽ ഇത് ക്രെട്ടിനിസം എന്നും വലിയവരിൽ ഇത് മിക്സഡിമ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഇത് രണ്ടും എന്തിൻ്റെ കുറവ് കൊണ്ടാണെന്ന് ചോദിച്ചാൽ തൈറോക്സിൻ്റെ ഉൽപ്പാദന കുറവ് കൊണ്ടാണ്. തൈറോക്സിനെ കൂടാതെ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു ഹോർമോണാണ് ഇത് കാൽസിറ്റോണിൻ. അപ്പോൾ തൈറോക്സിനെ കൂടാതെ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു ഹോർമോൺ ഉണ്ട്, അതാണ് ഇത് കാൽസിറ്റോണിൻ എന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അമിത പ്രവർത്തനം മൂലം കണ്ണ് പുറത്തേക്ക് തുറച്ചു വരികയും തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുകയും ചെയ്യുന്ന അവസ്ഥയാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ. ഇപ്പം എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അമിത പ്രവർത്തനം മൂലം, കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നത് മൂലം കണ്ണ് പുറത്തേക്ക് തുറച്ചു വരികയും തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുകയും ചെയ്യുന്നതാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്ന് പറയുന്നത്. ഉപാപചയ പ്രക്രിയകളെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് ഇത് തൈറോയ്ഡ്. നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഏതാണ്? തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് ഇത് തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ വളരെ കുറച്ച് ഫാക്ട്സുകളാണ് ഇതിലുള്ളത്. ഇത് കറക്റ്റായിട്ട് പഠിച്ച് ഫോളോ ചെയ്ത് പോവുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന ക്ലാസ്സുകളൊക്കെ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. ഓക്കെ, നമ്മൾ എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ മെറ്റീരിയൽസ് ഒക്കെ തരുന്നത്. കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇനിയും അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക്